ഞാൻ നോക്കുമ്പോ വെട്ടണ വിനയെന്നാണ് പറയണ. ഇത് വലിയ രണ്ട് ചേട്ടന്മാര് സിറ്റിയിൽ 2 പേരായിരുന്നു, വെട്ടിൽ സുരേഷും തമ്മൻ ഷാജി. ആ സമയത്ത് സിറ്റി ഭരിച്ചോണ്ട്. പക്ഷെ അവരാരും ഇതിനകത്തൊന്നും ഇല്ലായിരുന്നു. ഇല്ല, അവരുടെ പ്രാദേശിക ഘടകങ്ങളായിരുന്നു ഇവര്. മനസ്സിലായി. അപ്പൊ ഇവർക്ക് ഓപ്പോസിറ്റുള്ള ടീം വേറെ ഉണ്ടായിരുന്നു. ഇത് തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ അപ്പുറത്ത് തന്നെ. ഇതൊന്നും നമ്മൾ അറിയണില്ല. അപ്പോ അവരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടി. അവരറിഞ്ഞു കേട്ട് വന്നു. കാരണം അവര് നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവര്. വെട്ടിൽ സുരേഷ് ആൾക്കാരാണോ? അല്ല, വെട്ടിൽ സുരേഷ്. അപ്പോ അവരെന്നെ സപ്പോർട്ട് ചെയ്തു. തമ്മൻ ഷാജി വെട്ടിൽ സുരേഷ് അന്ന് എതിർ ഗ്രൂപ്പുകൾ. അപ്പം തമ്മൻ ഷാജിയുടെ ആൾക്കാരായിരുന്നു ഇവര്. അതെ. അപ്പൊ വെട്ടിൽ സുരേഷ് ആൾക്കാർ നിങ്ങളെ അപ്പം അങ്ങ് കൂട്ടിയെന്ന് വേണേ പറയാം. അതെ. നിങ്ങൾ അറിഞ്ഞല്ല? അല്ലല്ല. എന്നിട്ട് അവര് വന്നു, നിങ്ങളെ കാണാൻ വന്നു. ഇവര് 2 പേരെ എനിക്ക് നല്ല പരിചയമായിരുന്നു. ഇത് ചേട്ടന്മാരാ. പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു? അറിയില്ല. ഇവന്മാര് ഗുണ്ടാസംഘം അറിയത്തില്ല. അതായത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ദിവസം പള്ളി കഴിഞ്ഞിട്ട് ഞാൻ സൈക്കിളും ചവിട്ടി വന്ന് ഹൈവേയിൽ, ഇത് ഞങ്ങളുടെ മരട് ഹൈവേ കൂടി വന്നത്. അപ്പോൾ എൻ്റെ 2 കൂട്ടുകാരികൾ സ്കൂളിൽ പോകാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവരോട് പതിയെ സൈക്കിൾ ഓട്ടി സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് എന്നെ ഒരു വണ്ടി തട്ടിയിട്ട്, അപ്പം ഞാൻ ആകെ അയ്യടാന്നായി, എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു. അപ്പം ഞാൻ ഓർക്കണെന്താ, കുറച്ച് വൈഡായിട്ട് പോയതുകൊണ്ടാണ് വണ്ടി തട്ടിയത്. അപ്പോൾ ഇവര് മുമ്പിൽ നാണക്കേടായാലെന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ നോക്കുമ്പോൾ വെട്ടണ വിനയെന്നാണ് പറയണത്. ഇത് വലിയ 2 ചേട്ടന്മാര്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇവരെന്തിനാണ് ഈ വാളും കൊണ്ട്? അത് എനിക്ക് എത്ര വയസ്സുണ്ട്? 16 വയസ്സുള്ള പയ്യനാ. ആ നാട്ടുകാർ ഒരാള് എന്റെ നാട്ടില് പിടിച്ചു മാറ്റാമല്ലോ, എന്തിനാ കൊച്ചിനെ ഉപദ്രവിക്കണേ? ഞാൻ ഓടി ലാസ്റ്റ് ദൈവം എൻ്റെ കൂടെ ആയിരുന്നു. ഞാൻ ദൈവവിശ്വാസിയാണ്, എനിക്ക് അവരെ കീഴ്പ്പെടുത്താൻ പറ്റി. ഈ ആയുധം കൊണ്ട് വന്നവരെ ഞാൻ കീഴ്പ്പെടുത്തി. രണ്ടാം സംഭവം. അതെ. അതെന്തിനായിരുന്നു? അവരാരായിരുന്നു? ഈ തമ്മൻ ഷാജിയുടെ ആൾക്കാരായിരുന്നു. ഈ ഞാൻ ഫസ്റ്റ് ഉപദ്രവിച്ച പയ്യന്റെ ചേട്ടനും കൂട്ടുകാരുമായിരുന്നു. അവർക്ക് കുറെ കേസുകൾ, അന്ന് അവര് കൊട്ടേഷൻ എടുത്ത് പൈസ വാങ്ങിച്ച് പോണ ആൾക്കാരായിരുന്നു. അപ്പൊ അന്ന് പൈസ വാങ്ങിച്ച് അന്ന് ഇടിയാണ് എല്ലാരും, കൈ കൊണ്ടുള്ള ഇടിയാണ്. പക്ഷെ ആയുധങ്ങൾ എടുത്ത് ചില ആൾക്കാരേ ഉള്ളൂ. ഇവര് അല്ല, നിങ്ങൾ ഈ ആയുധമുള്ളവരെ എങ്ങനെ പറ്റി നമുക്കത്? ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ സിനിമയിലെ കാണുന്ന പോലെ ഇപ്പൊ ചിന്തിക്കുമ്പോ, ഞാൻ ഓടുമ്പോ അവിടെ ഇപ്പോഴും ഉണ്ട് ഗീവർസിന്റെ ഇത് പാമ്പിനെ അങ്ങനെ കുത്താൻ നിൽക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരാളും എന്നെ ഇടപെടുന്നില്ല. എന്റെ മനസ്സിൽ കരഞ്ഞോണ്ടാണ് ഓടണ. എന്റെ അവസ്ഥാനം ഇതാണ്, ഞാൻ ഇതിനാണ് എല്ലാ ദിവസം വന്ന് പ്രാർത്ഥിക്കണേ എന്ന് ചോദിക്കണേ. അങ്ങനെ ഓടണേ. ഞാൻ നോക്കിയപ്പോ ഇത് കുറച്ച് കഴിഞ്ഞപ്പോ 1.5 വീട്ടിൽ കൂട്ടിയിട്ടേക്കുന്നു. അപ്പൊ ഞാൻ ദൈവമേ രക്ഷപ്പെട്ട് ഞാൻ എറിഞ്ഞങ്ങാട് മനസ്സിലാണ്ടാ. ലാസ്റ്റ് അവരായത് എന്റെ കിട്ടി. ഞാൻ നന്നായിട്ടാണ് ഉപദ്രവിച്ചത്. അപ്പൊ ദൈവം എനിക്ക് എന്നെ രക്ഷിച്ചാണ് ഞാൻ വിചാരിക്കണേ.